കപ്പ് ജാസ്മിൻ ഉള്ളത് തന്നെയാണ് എന്നവര് പറഞ്ഞാ പോരെ. ഇത് വെറുതെ ഒരുമാതിരി ഊളത്തരം കാണിച്ചിങ്ങി. ഇത് കാമദാഹം തീർക്കാൻ വേണ്ടിട്ട് ഏതോ കഴുത പട്ടികളൊക്കെ ഇതിന്റെ തലപ്പത്ത് കയറി ഇരുന്ന് കണ്ട് ഒരു ഉളുപ്പില്ലാതെ നക്കാനും തുടയ്ക്കാനും വേണ്ടി കണ്ട് സ്ത്രീ മാംസത്തിന്റെ ആർക്കൊക്കെ അതിൽ ഈ കണ്ടസ്റ്റൻസിനൊക്കെ എത്രത്തോളം വോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ഈ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസിനാണെന്നുണ്ടെങ്കിലും അവർക്ക് എത്ര വോട്ടാണ് കിട്ടുന്നത്. ലാലേട്ടന്റെ എത്ര 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 വർണ്ണാഭമായ ചിത്രങ്ങൾ, ആ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ മനസ്സിലെങ്ങനെ തങ്ങിക്കെട്ടി ആ ഒരു വിങ്ങലോടുകൂടെ, അതല്ലെങ്കിൽ ആ ഒരു ഹീറോയിസം മാസിസം, അതെന്താ പറയാ, നമുക്ക് ലാലേട്ടന്റെ അടുത്ത് തോന്നുന്ന ആ ഒരു അനുകരണമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു നമുക്കൊരു ഇഷ്ടപ്പെട്ട വ്യക്തിനെ നമ്മളെ എന്താ പറയാ സംസാരത്തിലും അതല്ലെങ്കിൽ നമ്മുടെ ശൈലികളിലൊക്കെ അനുകരിച്ചു പോകുമല്ലോ, ആ ഒരു രീതി അത് എന്താ പറയാ, സത്യത്തില് ലാലേട്ടൻ എന്താ പറയാ ഇത്തിരി സ്നേഹത്തോടു കൂടെയും ബഹുമാനത്തോടു കൂടിയും എന്താ പറയാ, നമ്മുടെ മലയാളത്തിലെ ഒരു ലെജൻഡറി ആക്ടർ എന്നുള്ള നിലക്കൊക്കെ ലാലേട്ട എന്ന് വരെ വിളിക്കാൻ സത്യമായിട്ട് മടി തോന്നുകയാണ്. അല്ലെങ്കിൽ അതിന് എന്തോ ഒരു അതൃപ്തി കുറവ് തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറയാം. ഈ റോക്കി സിജോൺ അടിച്ച് അത് നല്ല 1.5 അടിയാണ് അടിച്ചിട്ടുള്ളത്. അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ സിജോ അവിടെ മലർന്ന് ഇത് ഇങ്ങനെ തന്നെ വീഴുന്നു. അതൊരു മേഡിലാണ് വിട്ടത്, അതും കുക്കാണ് വിട്ടത്. ഓക്കെ, അങ്ങനെ ഒരു കുത്ത് കുത്തിയിട്ട് സിജോ നിൽക്കാന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അയാളുടെ വിൽ പവർ എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ അതും റോക്കിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു വെറുപ്പ്, അല്ലെങ്കിൽ ആ സമയത്ത് സിജോന് തോന്നിയിട്ടുള്ള ഒരു വൈരാഗ്യമോ ദേഷ്യമോ എന്തോ ഒരു ഇതിലാണല്ലോ ഈ റോക്കി എന്ന് പറഞ്ഞ ഒരാള് സിജോനും അടിച്ചിട്ടുള്ളത്. അപ്പം ഈ ജയിലില് ഓക്കെ, അത് ആർക്കെങ്കിലും ഒരാൾക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറി കിടന്നാൽ തീരുന്ന പ്രശ്നം മാത്രമേ അന്ന് അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇതുപോലെ ഈ കന്നിമാസത്തിലെ പട്ടി ജാസ്മിൻ വന്നുകൊണ്ട് മറ്റേ ജിൻഡോനെ അടിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു അടിയാണെങ്കിലും ശരി, ഇനി നുള്ളലാണെങ്കിലും ശരി, പിച്ചിലാണെങ്കിലും ശരി, ബിഗ് ബോസിന്റെ റൂളില് അങ്ങനെ ഒരു സാധനത്തിന് വിലക്കുണ്ടല്ലോ. ഒരാൾ ഉപദ്രവിക്കുക, ശാരീരികപരമായിട്ടുള്ള ഉപദ്രവം, അത് വിലക്കായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷിജോ അടിക്കലും ഈ എന്താ പറയാ ജാസ്മിൻ കന്നിമാസത്തിലെ ഈ പട്ടി ഷിൻഡോനെ അടിച്ചിട്ടുള്ള അടിക്കലൊക്കെ ഒന്നും എന്നത് ഇതിലെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇത്തിരി ഗൗരവത്തോടെ ലാലേട്ടനൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രമാണ് ലാലേട്ടൻ്റെ അടുത്ത് ഇത്തിരി ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നെന്നുള്ളത് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഇതിലല്ല. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി കഴിഞ്ഞ 5 സീസണിന്റെ കാര്യം നമുക്ക് അങ്ങോട്ട് വിടാം. ഈ സീസൺ തൊട്ട് ലാലേട്ടൻ ഒരു കളിപ്പാവാണ്. എന്താ പറയാ, എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ലാലേട്ടനെ എടുത്തിട്ട് യൂസ് ചെയ്യാണ്. ലാലേട്ടൻ നിങ്ങൾക്ക് എത്ര കോടി കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇനി എത്ര കോടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഒരു വാല്യൂ നിലയും അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു ബഹുമാനം ഇഷ്ടവും ആ ഒരു ഇതൊക്കെ വിട്ടിങ്ങാണ്ട് നിങ്ങൾ ഈ ഒരുമ്പട്ട പരിപാടിക്ക് നിൽക്കുന്നത് എന്തിനാണ് ലാലേട്ട? അതിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ അഖിൽമാരാറിന്റെ വീഡിയോ ഒന്നല്ല കണ്ടിട്ടുണ്ടാവണല്ലോ എല്ലാവരും. ഞാൻ ഇനിയിപ്പോ അത് ആ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് അങ്ങനെയാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത്, കണ്ടോ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെറുതെ കാണിക്കേണ്ട, അതിനെ കുറിച്ച് ഇങ്ങനെ കുറെ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര സംവാദം പോലെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാവരും കണ്ടിട്ടുള്ള വിഷയമായിരിക്കും. എങ്കിലും അതിൽ പറയുന്നുണ്ട് ഈ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന കുറെ ആളുകളുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ തീർക്കുന്നതും കാര്യങ്ങളും, സ്ത്രീ മാംസത്തിന്റെ അടുത്തുള്ള അതിയായ ദാഹവും അത്ഭുതവും കൗതുകത്തിനെ കുറിച്ചൊക്കെ അഖിൽമാരാർ ഇന്നലെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഇനിയിപ്പോ എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീ എന്തുകൊണ്ടാണ് ഔട്ടാവാത്തത്? ഓക്കെ, ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ആർക്കൊക്കെ അതിൽ ഈ കണ്ടസ്റ്റൻസിനൊക്കെ എത്രത്തോളം വോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ഈ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസിനാണെന്നുണ്ടെങ്കിലും അവർക്ക് എത്ര വോട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ ഇന്നലെ പുറത്തായിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അഭിഷേക് ജയദീപ്, ആ ജയദീപ് എത്ര വോട്ടാണ്, അയാൾ എത്ര വോട്ട് കിട്ടിയിട്ടാണ് പുറത്തു പോയിട്ടുള്ളത്? ഓക്കെ, ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വോട്ട്, അതായത് ഇപ്പൊ ഈ ആ ഒരു വോട്ട് ചെയ്യുന്ന ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ എത്ര വോട്ട് കിട്ടി എന്നൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പം ആ പരിപാടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ സസ്പെൻസിനും അല്ലെങ്കിൽ ആ എപ്പിസോഡിനൊക്കെ ബാധിക്കും. കാരണം ഈ ആളായിരിക്കും ആദ്യം തന്നെ പുറത്താവുന്നുള്ള പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും. അപ്പം അതേതായാലും നടക്കൂല. പക്ഷെ ആ ഒരു വ്യക്തി പുറത്തായതിന്റെ ശേഷം എന്താ പറയാ ഇയാൾക്ക് ഇത്ര വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക നോമിനേഷനിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനൊക്കെ എത്രത്തോളം വോട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ
എത്ര വോട്ട് കിട്ടിയിട്ടാണ് ഇയാൾ പുറത്തായിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര വോട്ട് ഇന്ന് കണ്ടസ്റ്റൻസിനൊക്കെ കിട്ടി എന്നുള്ളത് ആ ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പൊ പുറത്താക്കാനുള്ള ആളുകളെ പുറത്താക്കി എന്താ പറയാ നോമിനേഷൻസിന്റെ കഴിഞ്ഞ് പുതിയ വോട്ടിംഗ് സെക്ഷൻ ഇടുമ്പം ഈ ഒരു സംഗതി പുറത്തു പറഞ്ഞൂടെ? ഇത് കാമദാഹം തീർക്കാൻ വേണ്ടിയിട്ട് ഏതോ കഴുത പട്ടികളൊക്കെ ഇതിന്റെ തലപ്പത്ത് കയറി ഇരുന്ന് കണ്ട് ഒരു ഉളുപ്പില്ലാതെ നക്കാനും തുടയ്ക്കാനും വേണ്ടി കണ്ട് സ്ത്രീ മാംസത്തിന്റെ അടുത്ത് തോന്നുന്ന അത്ഭുതമോ കൗതുകം കൊണ്ടൊന്നും ഇതിന് നടക്കല്ലടോ. ഇത് ആളുകൾ കാണുന്ന പരിപാടിയാണ്. ഇതിന്റെയൊക്കെ കയപ്പ് തീർക്കാനുള്ള പരിപാടിയല്ല. സത്യത്തിൽ ഈ പരിപാടിന്റെ റേറ്റിംഗ് ഇല്ലാണ്ടാക്കണം. ഈ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിന്റെ തന്നെ റേറ്റിംഗ് ഇല്ലാണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ കാണുന്ന ആളുകളൊക്കെ ഒരു തരത്തിൽ ഊളകളോ അതല്ലെങ്കിൽ ഊച്ചാളികളോ ഒരുമാതിരി മരപ്പൊട്ടന്മാരോ ആക്കുകയാണ്. ഈ ഒരു പരിപാടിനെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനും ലാലേട്ടനൊക്കെ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിന്റെ എന്റർടൈൻമെന്റ്സ് ഒക്കെ ആഗ്രഹിച്ചിട്ടും അതൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇത് കാണുന്നത്. ഇത് ഇവരുടെ കയപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കര കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യാം, ഈ എപ്പിസോഡുകളൊക്കെ ഇരുന്ന് കാണുക. ഇത് ഈ കപ്പ് ജാസ്മിൻ ഉള്ളത് തന്നെയാണ് എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ. ഇത് വെറുതെ ഒരുമാതിരി ഊളത്തരം കാണിച്ചിങ്ങായിട്ട്